ടാറ്റാ. ഹലോ ഹായ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം മാളു. അപ്പോൾ ഇന്നത്തേത് ചെറിയൊരു മോർണിംഗ് വ്ളോഗാണേ. ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. കുട്ടീസിന് ഇന്ന് ക്ലാസ് ഉള്ള ദിവസമായതുകൊണ്ട് വെളുപ്പിനെ തന്നെ എണീക്കണം, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്. ഞാൻ തലേന്നേ പ്ലാൻ ചെയ്തു വെക്കും കേട്ടോ. രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ റെഡിയാക്കേണ്ടതെന്ന്, പിന്നെ ലഞ്ചിന് എന്താണ് വേണ്ടതെന്നൊക്കെ. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക അമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ബട്ട് ഇന്നത്തെ എൻ്റെ പ്ലാൻ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ടേ. വേറൊന്നുമല്ല, ഇതാ കണ്ടില്ലേ എൻ്റെ പുട്ടുകുറ്റിയുടെ ഒരു അവസ്ഥ. ഇത് കഴിഞ്ഞ തവണ പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ പൊട്ടിപ്പോയതാണ്. പക്ഷെ ഞാനത് ഓർത്തില്ല. ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നത്. എന്നാലും കുഴപ്പമില്ല, വേണമെങ്കിൽ ഈ പുട്ടുകുറ്റിയിൽ തന്നെ ഉണ്ടാക്കാം. എന്തായാലും ഒട്ടും സമയമില്ല, പെട്ടെന്ന് ചെറുപടിയെന്ന് പണിയൊക്കെ തീർക്കണം. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് വിചാരിച്ചു ഇന്ന് പുട്ടുകുറ്റി ഇല്ലാതെ വേറൊരു രീതിയിൽ പുട്ടുണ്ടാക്കി കളയാമെന്ന്. ലിവനാണ് ആൾ. നമ്മുടെ അപ്പച്ചെമ്പ് അല്ലെങ്കിൽ ഇഡലിത്തട്ട്, നിങ്ങളുടെ അവിടെ എന്താ ഇതിന് പറയുന്നത്? അപ്പച്ചെമ്പ് തന്നെയാണോ? അപ്പം ഞാൻ ഇതിലേക്ക് ഈ പാത്രം അങ്ങ് എടുത്ത് വെക്കുവാണേ. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നനച്ച് വെച്ചിരുന്ന നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ, അതങ്ങ് തട്ടി ഗെയ്സ്. ഇനി ഇത് പെട്ടെന്നായിക്കോളും. സത്യത്തിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എളുപ്പമെന്ന് തോന്നുന്നു. മറ്റേത് 3 കുറ്റി പുട്ടുണ്ടാക്കി വരുമ്പോൾ ഇതിലും ടൈം ഒരുപാട് പോകുന്നുണ്ട്. എന്നിരുന്നാലും കോലിട്ട് കുത്തി പുറകിൽ നിന്ന് തള്ളിവിട്ട് പ്ലേറ്റിലേക്ക് പുട്ട് വീഴുമ്പോൾ കാണുന്ന പുട്ടിൻ്റെ സൗന്ദര്യം ഉണ്ടല്ലോ, അതൊന്നും ഇതിന് കിട്ടത്തേ ഇല്ല. പിന്നെ ഇവിടുത്തെ അബ്രുക്കുട്ടനും അല്ലൂസിനും ഒന്നും പുട്ടിന് ഷേപ്പും ആകൃതിയൊന്നും ഇല്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല. അതെന്താണെന്ന് വെച്ചാലേ, അവർക്ക് പുട്ട് പൊടിച്ച് കഴിക്കാനുള്ള ഒരു മൽപ്പിടുത്തമില്ലേ, പുട്ടും അവരും തമ്മിൽ. അതൊന്നും ഒഴിവാക്കാമല്ലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ വേണം പൊടിച്ചു കൊടുക്കാൻ. അപ്പോൾ എനിക്ക് സമയം ലാഭം. ഇന്നലെ രാത്രി തന്നെ ഞാൻ കടലയൊക്കെ വെള്ളത്തിലിട്ടായിരുന്നേ. അപ്പോൾ ഇവരെ കൂടി ഒന്ന് പരിഗണിക്കട്ടെ. കടലയ്ക്ക് വേണ്ടതൊക്കെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുട്ടിപ്പട്ടാളാണെങ്കിൽ അതേ നല്ല ഉറക്കമാണ്. ഇവരെ ഒന്ന് വിളിച്ചെണീപ്പിക്കലാണ് കേട്ടോ എൻ്റെ ഏറ്റവും വലിയ പണി. എണീക്കാനുള്ള മടി മാത്രമേ ഉള്ളേ. സ്കൂളിൽ പോകാനാണ് രണ്ടാൾക്കും വലിയ ഇഷ്ടം തന്നെയാണ്. ഇതാണെങ്കിൽ ഉറക്കപ്പിച്ച് മാറാതെ വന്നിരിക്കുന്ന ഇരിപ്പാണ് എല്ലൂസ്. ഇനി അവൻ്റെ ബാറ്ററി ഒന്ന് ചാർജായി വരണം. സൈക്കിൾ പിടിച്ച് വട്ടം ചുറ്റി നിൽക്കുവാണേ. കക്ഷിക്ക് സൈക്കിളൊന്നും എടുത്ത് ഒരു റൗണ്ട് പോകാൻ ആഗ്രഹമുണ്ട്. ഞാൻ സമ്മതിക്കാത്തത് കൊണ്ട് അങ്ങനെ അങ്ങ് നിൽക്കുവാണേ. എന്നാൽ പിന്നെ ഒരു റൗണ്ട് പോയിട്ട് വന്നോളാം ഞാൻ പറഞ്ഞു. അതിൻ്റെ സന്തോഷവും തുള്ളിച്ചാട്ടവുമാണ് നിങ്ങളീ കാണുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാനങ്ങനെ രാവിലെ തന്നെ സൈക്കിൾ ഓടിക്കാനൊന്നും വിടാറില്ലേ. അതിൻ്റെ മെയിൻ റീസൺ ടൈമില്ല എന്നുള്ളത് തന്നെയാണ്. രാത്രിയിലാണെങ്കിൽ ചെറിയ മഴയൊക്കെ പെയ്തായിരുന്നേ. പൂക്കളിലെല്ലാം വെള്ളം നിറഞ്ഞ് നിൽക്കുവാണ്. അബ്രുക്കുട്ടനാണെങ്കിൽ ആ പുറകെ തന്നെ സൈക്കിൾ എടുത്തുകൊണ്ട് വരുവാണേ. അവൻ നോക്കിയപ്പോൾ ഒരാൾക്ക് അനുവാദം കിട്ടിയല്ലോ, ഇനി എനിക്ക് അനുവാദത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന രീതിയിലുള്ള പോക്കാണിത്. ഒറ്റ റൗണ്ട് തന്നെ പോയിട്ട് അല്ലൂസ് കറക്റ്റായിട്ട് തിരിച്ചു വന്നേ. അതിനിടയിൽ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതുമാത്രമല്ല, ലഞ്ച് ബോക്സും ഓക്കെ ആയി. ഇതെന്താന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കുന്ന ഒരു സീനാണിപ്പോൾ കാണുന്നത്. അതായത് ഞാനും കുട്ടിക്കാലം മുതലേ സ്കൂളിലൊക്കെ പോകുന്നതിന് മുന്നേ ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങാറുള്ളായിരുന്നേ. അപ്പോൾ പിന്നെ അത് തന്നെ ഇവരും ശീലിക്കട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെയാണ് ഇവരെയും പറഞ്ഞയക്കാറ്. പ്രാർത്ഥനയുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ രണ്ടുപേരും കൂടി സ്നേഹത്തോടെ വരുന്ന കാഴ്ച നമുക്ക് വല്ലപ്പോഴേ കാണാൻ പറ്റത്തുള്ളേ. സാധാരണ വഴക്കുവടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്താറ്. അങ്ങനെ ഞങ്ങൾ സ്റ്റോപ്പിലെത്തി. ഇവിടുത്തെ മാവിലാണ് ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടായി കിടപ്പുണ്ട്. അല്ലൂസാണെങ്കിൽ മാങ്ങ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിച്ചു. അത് പിന്നെ ഇവർക്കുണ്ടല്ലോ പച്ചമാങ്ങ ഇങ്ങനെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കില്ലേ, അത് വലിയ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കഴിക്കാനായിട്ടാണ് ഈ മാങ്ങ ചോദിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കക്ഷി സമ്മതിച്ചിട്ടുണ്ട്. നല്ല വെയിലാണ് ഗെയ്സ്. രാവിലത്തെ ഇളം വെയിൽ കൊള്ളുന്നത് നമുക്ക് നല്ലതാണല്ലോ. അങ്ങനെ ബസ് വരാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. സമയത്ത് തന്നെ വണ്ടി എത്തിയിട്ടുണ്ട്. ഇവരാണ് ആദ്യം ബസ്സിൽ കയറുന്നത്. ഞാനാണെങ്കിൽ 5 മിനിറ്റെങ്കിലും മുന്നേ പോയി നിൽക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ ബസ്സിൻ്റെ ടൈമിൽ. അപ്പോൾ രണ്ടാളും എനിക്ക് ടാറ്റായും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് പോവുകയാണേ. ആദ്യത്തെ സ്റ്റോപ്പ് ഇതായത് കൊണ്ട് തന്നെ നേരത്തെ റെഡിയായി നിൽക്കണം മറ്റു കുഞ്ഞുങ്ങളെക്കാളുമേ. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. 7 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് സ്കൂൾ വരെയുള്ള ഡിസ്റ്റൻസേ. ഇപ്പോൾ കയറിയാലും 1 അവർ കഴിഞ്ഞ് സ്കൂളിലെത്തൂ, കാരണം നിർത്തിയാണല്ലോ പോകുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലേക്കെത്തി. രാവിലത്തെ വലിയൊരു അംഗമൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാ പാത്രങ്ങളും ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവരെയൊക്കെ ഒന്ന് കഴുകി കുട്ടപ്പന്മാരാക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ
ബൈ ബൈ.